നമസ്കാരം. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ഇന്ന് അംഗീകാരം നൽകിയതോടെ ഗവർണർക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ലോകായുക്ത ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വിജയമാണെന്നാണ് പി രാജീവ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത്. ബില്ല് നിയമസഭ പാസാക്കിയപ്പോൾ തന്നെ ഗവർണർ ഒപ്പിടണമായിരുന്നു. ബില്ലുകളിൽ ഗവർണർക്ക് വിവേചനാധികാരമില്ല. ഇതായിരുന്നു രാജീവ് പറഞ്ഞത്. എന്നാൽ സംസ്ഥാന നിയമസഭ പാസാക്കി ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ ഒന്നിന് മാത്രമാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് എന്ന നഗ്നമായ സത്യം ഇവരാരും ഓർത്തില്ല എന്നതാണ് വാസ്തവം. ചാൻസലർ ബില്ലടക്കം 3 ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നൽകിയിട്ടില്ല. മറ്റ് 3 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലുണ്ട്. സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണ് രാഷ്ട്രപതിയുടെ ഈ തീരുമാനം കൊണ്ടുണ്ടാകുന്നതെന്ന് ഓർക്കാതെയാണ് ഗവർണർക്കെതിരെ ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഉയർത്തിയത്. എന്നാൽ ഗവർണറെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു തീരുമാനം തന്നെയാണ് ഇത് എന്നും പറയേണ്ടിയിരിക്കുന്നു. ലോകായുക്ത ബില്ലിൽ മാത്രമാണ് രാഷ്ട്രപതി ഒപ്പിട്ടിരിക്കുന്നത്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാനുള്ള ബില്ലിനും സർവകലാശാല നിയമ ഭേദഗതി ബില്ലിനും വൈസ് ചാൻസലർമാരെ നിർണയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കാനുള്ള ബില്ലിനും രാഷ്ട്രപതി അനുമതി നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ 3 ബില്ലുകളും രാഷ്ട്രപതിയുടെ ഓഫീസ് തിരിച്ചയച്ചിരിക്കുകയാണ്. മറ്റ് 3 ബില്ലുകളും രാഷ്ട്രപതിയുടെ പരിഗണനയിലാണെന്നാണ് രാഷ്ട്രപതി ഭവന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ പി രാജീവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. അതായത് ഗവർണറുടെ നിലപാട് തെറ്റാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോക്പാൽ നിയമത്തിന് സമാനമാണ് കേരള നിയമസഭ പാസാക്കിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാതെ അയച്ച ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചിരിക്കുന്നു. സെഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലാണ് രാഷ്ട്രപതി അംഗീകരിച്ചത്. നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ല് ഒപ്പിടാതെ ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ഉണ്ടായത്. ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ കേരളം നൽകിയ കേസ് പരിഗണിക്കുന്നതിന്റെ തലേ ദിവസമാണ് ഗവർണർ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നത്. ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് ഉൾപ്പെടെ 7 സുപ്രധാന ബില്ലുകളിൽ മേൽ തീരുമാനം ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ടിരിക്കുകയായിരുന്നു. സർവകലാശാല ഭേദഗതി ബിൽ 2 എണ്ണം, ചാൻസലർ ബില്ല്, സഹകരണ നിയമ ഭേദഗതി ബില്ല്, സെർച്ച് കമ്മിറ്റി എക്സ്പാൻഷൻ ബില്ല്, സഹകരണ ബിൽ അതായത് മിൽമ എന്നിവയെല്ലാമാണ് ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ടിരിക്കുന്നത് എന്നതൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 2022 ഓഗസ്റ്റിലാണ് ലോകായുക്ത ഭേദഗതി ബില്ല് നിയമസഭ പാസാക്കിയത്. മന്ത്രി പി രാജീവാണ് ബില്ല് അവതരിപ്പിച്ചിരുന്നത്. ലോകായുക്ത ജുഡീഷ്യറി ബോഡിയല്ല എന്നും അന്വേഷണ ഏജൻസി തന്നെ വിധി പറയാൻ പാടില്ല എന്നും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറയുകയുണ്ടായി. അന്വേഷണം, കണ്ടെത്തൽ, വിധി പറയൽ എല്ലാം കൂടെ ഒരു സംവിധാനം മറ്റെവിടെയും ഇല്ല എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. പക്ഷേ മന്ത്രി പറയുന്നതൊന്നുമല്ല വാസ്തവമെന്നും ഗവർണർക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം തെറ്റാണെന്നുമാണ് വാസ്തവം. അതായത് 7 ബില്ലിൽ 1 മാത്രമാണ് ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നത്.